നമസ്കാരം, ഏവർക്കും ഇന്നത്തെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ വിപണിയിൽ പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സുകളും ഒരു ഇടിവിലേക്ക് പോയ ദിവസമായിരുന്നു. സെൻസെക്സ് 0.26% ഇടിഞ്ഞു. നിഫ്റ്റി 24,900 താഴെയായിട്ട് 24,853 0.37% ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്ക് 0.41% ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ്പാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. 0.66% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് ക്ലോസ് ചെയ്തത് നോക്കുകയാണെങ്കിൽ IT, ഡിഫൻസ് സെക്ടറുകൾ മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് വലിയ ഇടിവുണ്ടാക്കിയ സെക്ടർ നിഫ്റ്റി ഫാർമയായിരുന്നു. നിഫ്റ്റി ഫാർമയിൽ ഉണ്ടായ ഇടിവ് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഹൈലൈറ്റ്സിന് ശേഷം പറയാവുന്നതാണ്. ഇന്ന് ക്ലോസ് ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.58% നേട്ടത്തിലായിരുന്നു. സ്ട്രെയിറ്റ് ടൈംസ് സിംഗപ്പൂർ മാർക്കറ്റ് 0.56% നേട്ടത്തിലും, ഹോങ്കോങ് മാർക്കറ്റ് 0.34% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.73% ഇടിവിലും, കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും, ജക്കാർത്ത കോമ്പോസിറ്റ് 0.53% നേട്ടത്തിലും, ചൈനീസ് മാർക്കറ്റ് 0.04% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റുകളും US മാർക്കറ്റുകളും ഇടിവിലാണ്. മറ്റ് അസറ്റ് ക്ലാസുകൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ 2.5% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് 0.16% നേട്ടത്തിൽ, ബിറ്റ്കോയിൻ 1.27% ഇടിവിൽ $105,000 ട്രേഡ് ചെയ്യുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 799 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് തന്നെ നമ്മൾ ഗ്രൂപ്പിൽ നൽകിയ ധാരാളം സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞ ബിർള കേബിൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് 192.5 എന്ന പ്രൈസിലായിരുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ അത് 215.2 എന്ന ഹൈ വരെ ടച്ച് ചെയ്തു. ഏകദേശം 11.72% ഉയർന്നത്. കൂടാതെ മാൽക്കോം എന്ന സ്റ്റോക്ക് നമ്മൾ 1261 ഷെയർ ചെയ്യുന്നത്. 1294 വരെ അത് അപ്പായി. നമ്മൾ നൽകുന്ന എഡ്യൂക്കേഷണൽ വ്യൂസ് സ്വിംഗ് എന്ന രീതിയിലാണ് നൽകുന്നത്. ഒരു ദിവസം കൊണ്ടല്ല, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നല്ല മൊമെൻറ്റം നൽകുന്ന സ്റ്റോക്കുകൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്റ്റോക്കുകൾ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൃത്യമായി തന്നെ അനലൈസ് ചെയ്തിട്ടാണ് സ്റ്റോക്കുകൾ അതിൻ്റെ എഡ്യൂക്കേഷൻ വ്യൂസ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അത്തരത്തിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ കൂടി ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രൈം ഫോക്കസിൽ ഉണ്ടായിരുന്ന ഒരു വാർത്ത നിഫ്റ്റി ഫാർമയുടെ 2% ഇടിവ് തന്നെയായിരുന്നു. നിഫ്റ്റി ഫാർമ ഇടിയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ ഈ ഇടിവിൻ്റെ ആഘാതം ഇതോടുകൂടി തീർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപിൻ്റെ താരിഫ് മുന്നറിയിപ്പ് തന്നെയാണ്. വളരെ വേഗം തന്നെ ഫാർമ ഇറക്കുമതിക്ക് തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഈ നീക്കം US ഇന്ത്യൻ മരുന്ന് കയറ്റുമതിയെ സാരമായി തന്നെ ബാധിച്ചേക്കാം എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫാർമ സൂചിക ഏകദേശം 2% ഇടിവ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. വലിയ ഇടിവുണ്ടാക്കിയ കമ്പനികൾ ഫാർമ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഓറോബിൻഡ ഫാർമ, ലൂപ്പിൻ, ഗ്രാനുൾസ് എന്നിവ 3% ഇടിവാണ് ഉണ്ടാക്കിയത്. നാറ്റ്കോ ഫാർമ, ലോറസ് ലാബ്സ്, ഡിവിസ് ലാബ്, സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയവ ഏകദേശം 2% ഇടിവുമുണ്ടാക്കി. ഈ സ്റ്റോക്കുകളിൽ കൂടുതൽ ഇടിവുണ്ടാക്കാൻ സാധ്യതയുള്ളത് ലൂപ്പിൻ, സിപ്ല, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ കമ്പനികൾ തന്നെയാണ്. US വിപണിയിൽ നിന്ന് വൻതോതിൽ വരുമാനം നേടുന്ന കമ്പനികളും ഇത് തന്നെയാണ്. ലൂപ്പിൻ ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് സ്ട്രോങ് US ജനറിക് പോർട്ട്ഫോളിയോ ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടിവ് എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റോക്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫാർമ സെക്ടറിൽ കുറച്ച് വലുതായിരിക്കും. ഓറോബിൻഡ ഫാർമ ഒരു US കയറ്റുമതി ചെയ്യുന്ന ഡ്രഗുകളിൽ ഒരു മേജർ എക്സ്പോർട്ടറാണ് അവർ. അതുകൊണ്ടാണ് അവരുടെ സ്റ്റോക്കുകളും വലിയ ഇടിവിലേക്ക് പോയത്. ഡോക്ടർ റെഡ്ഡി, അതുപോലെ സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകളും US ജനറിക് ആൻഡ് ബയോസിമിലർ പോർട്ട്ഫോളിയോയിലാണ് കൂടുതലായിട്ടുള്ളത്. ഡോക്ടർ റെഡ്ഡിയൊക്കെ അതൊക്കെ കൊണ്ടാണ് ആ സ്റ്റോക്കുകൾ കൂടുതലായിട്ട് ഇടിയുന്നത്. ഇടിഞ്ഞ മറ്റൊരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് ആയിരുന്നു. ഏകദേശം 5% മുകളിലാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. 12,000 കോടി മൂലധന വാർത്തയ്ക്ക് ശേഷമാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് 5% ഇടിവുണ്ടാക്കിയത്. വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകാതെ 12,000 കോടി എന്ന വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കമ്പനിയിൽ ഇന്ന് വലിയ ഇടിവുണ്ടായത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി നല്ല ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനിടയിൽ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉടലെടുത്തത് അവരുടെ ഡിവിഡൻഡ് പേ ഔട്ട് കുറയുമോ എന്നത് തന്നെയായിരുന്നു. ഏതായാലും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതായി ടാറ്റ മോട്ടോഴ്സ് തുടർച്ചയായ 4ാമത്തെ ദിവസവും ഇന്ന് ഇടിയുകയുണ്ടായി. ഏകദേശം 2% ഇന്നും ഇടിഞ്ഞത്. JLR ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് മുന്നേ തന്നെ ടാറ്റ മോട്ടോഴ്സിൽ ഇടിവ് തുടങ്ങിയതാണ്. അതിനുശേഷം ഇന്നലെയും വലിയ ഇടിവായിരുന്നു. ഇന്നും 2% ഇടിവ് കമ്പനി രേഖപ്പെടുത്തി. ഇന്നത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു വിശാൽ മെഗാമാർട്ട് എന്ന കമ്പനിയിൽ
പ്രൊമോട്ടേഴ്സ് 10% സ്റ്റേക്ക് വിൽക്കുന്നു ബ്ലോക്ക് ഡീൽ വഴി എന്നൊരു വാർത്ത. സ്റ്റോക്ക് ഏകദേശം 5% ഇടിവാണ്. സ്റ്റോക്ക് ഇന്ന് ഓപ്പണിംഗിൽ ഏകദേശം 8% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ക്ലോസിംഗ് ആയപ്പോൾ ഏകദേശം 4% നേട്ടമാണ് ഉണ്ടാക്കിയത്. അതായത് മൊത്തത്തിൽ ഏകദേശം 13% നേട്ടമാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഡേ ലോയിൽ നിന്നും സ്റ്റോക്ക് ഉണ്ടാക്കിയത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ കാണാം. ഇനി ആർക്കെങ്കിലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് കോഴ്സിന്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിലെ ഇതേ വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. കോഴ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ട്രേഡിംഗ് സൈക്കോളജി, ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് തൊട്ട് മുകളിലെ ഇതേ വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.